ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു ഹോർമൂസ് കടലിടുക്ക്. ഇറാന്റെ ഏറ്റവും വലിയ ആയുധമാണ് ഹോർമൂസ്. ഹോർമൂസിൽ യുഎസിന് കെണിയൊരുക്കിയിരിക്കുകയാണ് ഇറാൻ. ചർച്ചയ്ക്കുള്ള പുതിയ തീയതി പോലും പ്രഖ്യാപിച്ച ശേഷമായിരുന്നു ആക്രമണവുമായി യുഎസ് മുന്നോട്ട് പോയത്. ഇനി യുഎസിനെ ഇറാൻ വിശ്വസിക്കില്ല. ചർച്ചകൾക്കില്ലെന്ന് ഇറാൻ പറയുന്നതും അതുകൊണ്ട് തന്നെ. ഇതോടെ വെട്ടിലായിരിക്കുകയാണ് യുഎസ്. ഇറാനെ ഒന്ന് ഭയപ്പെടുത്താൻ മാത്രമേ യുഎസ് ഉദ്ദേശിച്ചുള്ളൂ എന്ന കാര്യം വ്യക്തമാണ്. കഴിഞ്ഞ തവണ ആക്രമണം നടത്തിയപ്പോഴും യുഎസ് വളരെ പെട്ടെന്ന് തന്നെ ആക്രമണം അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. വഴങ്ങാൻ ഇറാൻ തയ്യാറല്ല. പശ്ചിമേഷ്യൻ യുദ്ധം ഇനിയും നീണ്ടുപോയാൽ എണ്ണ വിപണി തകിടം മറിയും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ LPG ക്ഷാമം അതിരൂക്ഷമാണ്. എന്നാൽ ഇനി യുദ്ധം എപ്പോൾ തീരുമെന്ന് തങ്ങൾ തീരുമാനിക്കുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. ഇതോടെ വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ലോകം. തങ്ങളുടെ ഐറിസ് ദേന എന്ന യുദ്ധക്കപ്പലിനെ യുഎസിന്റെ അന്തർവാഹിനി മുക്കിയ സംഭവം യുദ്ധക്കുറ്റമാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. ശ്രീലങ്കയിലെ ഗാലെ തീരത്തു നിന്ന് ഏകദേശം 40 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു ആക്രമണം. മാർച്ച് 4 നടന്ന സംഭവത്തിൽ ഇറാന്റെ യുദ്ധക്കപ്പലിലെ നാവികർ കൊല്ലപ്പെട്ടിരുന്നു. യുഎസിന്റെ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇറാൻ കുറ്റപ്പെടുത്തി. യുഎസിന്റെ നടപടി ഇറാനിലെ ജനങ്ങൾ മറക്കില്ലെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി വ്യക്തമാക്കി. സംയുക്ത നാവികാഭ്യാസത്തിനും തുറമുഖ സന്ദർശനത്തിനും ഇന്ത്യൻ നാവികസേനയുടെ ക്ഷണപ്രകാരമാണ് ഐറിസ് ദേന എത്തിയതെന്ന് ഇസ്മായിൽ ബഖായി എക്സിൽ കുറിച്ചു. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും തീരത്തിനടുത്തു വെച്ചാണ് യുഎസ് ക്രൂരമായ ഈ ആക്രമണം നടത്തിയത്. യുദ്ധക്കുറ്റമാണിത്. നാവികരുടെ രക്ഷാപ്രവർത്തനം യുഎസ് മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയും ചെയ്തു. വളരെ ഗുരുതരമായൊരു നടപടിയാണിത്. UN ജനറൽ അസംബ്ലിയുടെ 3314 പ്രമേയം അനുസരിച്ച് കടന്നാക്രമണമാണിത്. അതിനൊപ്പം ജനീവ കൺവെൻഷൻ ഉൾപ്പെടെയുള്ള യുദ്ധനിയമങ്ങളുടെ ഗുരുതരമായ ലംഘനം കൂടിയാണ് യുഎസ് നടത്തിയതെന്നും ഇസ്മായിൽ ബഖായി എക്സിൽ കുറിച്ചു. യുഎസിൻ്റെ ഹീനമായ ഈ ക്രൈം ഇറാനിലെ ജനങ്ങൾ മറക്കുകയോ ക്ഷമിക്കുകയോ ചെയ്യില്ലെന്നും ബഖായി മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയിൽ നടന്ന മിലാൻ 2026 സംയുക്ത നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന കപ്പലിന് നേരെ മാർച്ച് 4 യുഎസ് അപ്രതീക്ഷിത ആക്രമണം നടത്തിയത്. ശ്രീലങ്കൻ തീരത്തിന് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വച്ചായിരുന്നു ആക്രമണം. യുഎസ് അന്തർവാഹിനിയാണ് യുദ്ധക്കപ്പലായ ദേനയ്ക്ക് നേരെ ടോർപിഡോ പ്രയോഗിച്ചത്. 180 നാവികരുണ്ടായിരുന്ന കപ്പലിലെ 32 പേരെ രക്ഷപ്പെടുത്തിയതായി ശ്രീലങ്കൻ അധികൃതർ വെളിപ്പെടുത്തിയിരുന്നു. സംഭവത്തിന് പിന്നാലെ ശ്രീലങ്കയുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് സഹായിക്കാൻ ഇന്ത്യൻ നാവികസേന INS തരങ്കിണി, INS ഇക്ഷക് തുടങ്ങിയ കപ്പലുകളും P-8I പോലുള്ള നിരീക്ഷണ വിമാനങ്ങളും അയച്ചിരുന്നു. ഐറിസ് ദേനയിലുണ്ടായിരുന്ന ഏകദേശം 180 ജീവനക്കാരിൽ 87 നാവികർ മരിച്ചതായാണ് റിപ്പോർട്ട്. രക്ഷപ്പെട്ട 32 പേരെ ശ്രീലങ്കൻ നാവികസേന ഗാലയിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.